എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ അവസാനിപ്പിച്ചതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററിലോൻ്റെ വീട്ടിൽ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീട്ടിലെത്തിയവരുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് പൂക്കളൊക്കെയാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് രാത്രി ഫുഡ് കഴിക്കുന്നൊക്കെ ഒരു തിരക്കിലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആദ്യം ഫുഡ് കൊടുക്കുകയാണ്. അപ്പോഴേക്കും സത്യേട്ടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യേട്ടൻ എന്ന് പറയുന്നത് ചേച്ചിയുടെ വിനി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉണ്ണിക്കുട്ടനും കുഞ്ഞുമൊക്കെ ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ്. ഉണ്ണിക്കുട്ടൻ്റെ ഫസ്റ്റ് ടൈം ഐസ്ക്രീമാണിത്. അവൻ ഇതുവരെ ഐസ്ക്രീം ഞാൻ കൊടുത്തിട്ടില്ല, അവൻ കഴിച്ചിട്ടുമില്ല. അവൻ ആദ്യമായിട്ടാണ് ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഐസ്ക്രീം തന്നെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇന്ന് വരെയും ഐസ്ക്രീം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫുഡ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ മീൻകറിയും അതുപോലെ പച്ചക്കറി ഒക്കെ ഉണ്ട്, ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഞാൻ കൊണ്ടുവന്ന ചിക്കൻ കറിയൊക്കെ ഉണ്ട്. ഇത് കൂടാതെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ സത്യം പോയിട്ട് പൊറോട്ട അതുപോലെ ചിക്കൻ റോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതാ പൊരിയവിൽ. എന്നോട് അവിൽ മിൽക്കിൻ്റെ വീഡിയോയിൽ ഒരാൾ മെസ്സേജ് ചെയ്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പൊരിയവിലിൻ്റെ ഫോട്ടോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പൊരിയവിൽ. ഇതിപ്പോൾ പൊരിയവിലിൻ്റെ മാത്രം പാക്കറ്റാണ്. അന്ന് ഞാൻ കിറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ പഴമൊക്കെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ഇന്ന് ഞാനിതിൽ ബൂസ്റ്റാണ് ചേർക്കുന്നത്. അന്ന് ഞാൻ ഹോർലിക്സാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാൻ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പാലിലേക്ക് ബൂസ്റ്റും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ആദ്യം പഴവും ചേർത്ത് പിന്നെ അവിലും അതുപോലെ കടലിലേക്ക് ചേർത്തിട്ട് ഓരോ ലെയറൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടായിരുന്നു കാണിക്കുന്നത്. മാക്സിമം വീഡിയോസ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒത്തിരി ഫാസ്റ്റാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതാ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഒന്ന് ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അവിൽ മിൽക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും അവിൽ മിൽക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ വീണ്ടും ഐസ്ക്രീം വേണമെന്നുള്ള വാശിയിലിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിട്ടോ. ആ സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അതാ പൊറോട്ടയും ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഗ്രിൽ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അതാ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കിടന്നത്. ഞങ്ങൾ ചേച്ചി കുട്ടികളൊക്കെ കൂടെ ഒരുമിച്ചാണ് കിടന്നത്. ഇവർ ചേട്ടന്മാരൊക്കെ വേറെയാണ് കിടന്നത്. ഞങ്ങൾ ഒരുപാട് സമയം അതുപോലെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ഉറങ്ങിയത്. അതാ രാവിലെ ഉണ്ണിക്കുട്ടി എണീറ്റ് വരുന്നുണ്ട്. പാറൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാ വിനോദേട്ടനും സത്യേട്ടനതാ പത്രമൊക്കെ വായിച്ചിരിപ്പുണ്ട്. പിന്നെ അന്ന് കിട്ടിയതൊരു മീൻ മാന്തളായിരുന്നു കേട്ടോ. ഇതിന് മാന്തൽ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നല്ല വീതിയുള്ള വലുപ്പമുള്ള മാന്തളാണിത്. പിന്നെ ഇവരിതാ ഉണ്ണിക്കുട്ടനും കുഞ്ഞുമൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി അവരാണ് കളിക്കുന്നതെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് അവരിയ്ക്കുന്നത്. അവരുടെ കയ്യിൽ ജോയ്സ്റ്റിക്ക് ചുമ്മാ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെറുതായിട്ട് കാറൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പുട്ടും ഇതുപോലെ പൊട്ടറ്റോ സ്റ്റൂ തന്നെയാണ്. പിന്നെ പപ്പടം ഉണ്ട്, അതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പാറു കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടനും കുഞ്ഞൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് രണ്ടുപേരും കൂടി വീടുണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു പുഴുവിനാണ് കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളർ പുഴുവിനുള്ളൊരു വീടാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഫുഡാണ് കേട്ടോ. ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുള്ളത് അതിനുള്ള ഫുഡാണ്. അപ്പോൾ അതിന് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞാണ് മെയിൻ. ഉണ്ണിക്കുട്ടൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എല്ലാ സംഭവങ്ങളും അവന് എത്തിച്ചു കൊടുക്കും. കുഞ്ഞുമാണ് ഇതിനെ കയ്യിലെടുക്കുന്നതും അതിന് വീടുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കുഞ്ഞുമാണ്. അപ്പോൾ എന്തായാലും അതിന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. പക്ഷെ അത് പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സത്യേട്ടൻ അതുപോലെ പറമ്പിൽ ഓരോ പണികളിലൊക്കെ ആയിട്ടാണ് കേട്ടോ. ഒരു സൺഡേ ഒരു ദിവസം ലീവുള്ളപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാഴ ഒക്കെ മുറിച്ചിട്ട് വാഴക്കൊലയൊക്കെ വെട്ടുകയാണ്. അതുപോലെ അതിനുള്ള ഉണ്ണിത്തണ്ട് ഒക്കെ കൊണ്ടുവരികയാണ്, അതൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ സത്യേട്ടൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ കുറച്ച് അവിടുത്തെ കൃഷികളൊക്കെ ഒന്ന് കാണിച്ചാണ് കേട്ടോ. ഇത് കുരുമുളകാണ് കേട്ടോ. അതൊക്കെ അവിടുത്തെ അമ്മ ചെയ്യുന്നതാണ്. കുരുമുളക് ഇതുപോലെ ഒരുപാട് മരങ്ങളിലൊക്കെ ആയിട്ട് കുരുമുളക് നട്ടിട്ടുണ്ട്.
അതുപോലെ ഇത് പറയുന്നത് തായ്ലാൻഡ് അമ്പഴങ്ങ കേട്ടോ, 3 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇതാ നമ്മുടെ വയലറ്റ് മുളകുണ്ടല്ലോ, ആ മുളകാണത്. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടേക്കൊക്കെ മരങ്ങളിലൊക്കെ തെങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ മരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുരുമുളകിൻ്റെ വള്ളി ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വാഴ കൃഷി ഉണ്ട് കേട്ടോ, ഒരുപാട് ഇങ്ങനെ പറമ്പിലേക്ക് ഞങ്ങൾ ദൂരത്തുള്ള ഒരുപാട് വാഴകളൊക്കെ ഉണ്ട്. ഇതാ ചേനയുണ്ട്, അതുപോലെ ഇവിടെ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ കറിവേപ്പിലയുടെ മരമൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയുണ്ട് കേട്ടോ മുളകൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ ഇത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ അതുപോലെ ചക്കിൽ മണ്ണ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ പൂക്കളുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കനകാംബരാണ് കേട്ടോ, ഓറഞ്ച് കനകാംബരം ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഈ ഒരു കളറ് വളരെ റയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് ഈ കനകാംബരം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലാവൻഡർ കളറിലുള്ളൊരു കനകാംബരാണിത്. ഇവിടെ ഇതാ ഉണ്ണിക്കുട്ടനും കുഞ്ഞും ഒക്കെ നല്ല കളിയിലാണ്. ഇത് ഒരു ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരുപാട് സമയം അവർ സ്പെൻഡ് ചെയ്യും. കാരണം അവന് ഇവരുടെ എല്ലാ കളികൾക്കും നിന്ന് കൊടുക്കുന്ന കാരണം അവരുടെ ഒപ്പം അങ്ങനെ ഓരോ കളികളിലായിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇത് റംബുട്ടാനാണ് കേട്ടോ, റംബുട്ടാൻ്റെ തൈയാണിത്. പിന്നെ എന്താ അവിടെ തുളസിയൊക്കെ ഉണ്ട്, തുളസിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഇത് ചെമ്പരത്തി, നമ്മളൊരു ഓറഞ്ച് കളറിലുള്ള ഒരുപാട് ഇതുള്ള ചെമ്പരത്തിയാണ്. ഇവിടെ തുളസിയൊക്കെ ഒരുപാട് വിത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് മുല്ലയാണ് കേട്ടോ. ഈ മുല്ലയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ഒരു വൈറ്റ് കളർ പൂ വരുന്ന ചെറിയൊരു മുല്ലയുടെ ടൈപ്പ്, ഇതിൻ്റെ പേര് ആക്ച്വലി എനിക്കറിയില്ല, അതാണ്. പിന്നെ തെങ്ങിൻ്റെ തൈകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ വീണ്ടും മുന്നിൽ സപ്പോട്ടയുടെ മരമുണ്ട് കേട്ടോ, ഇന്നത്തെ സപ്പോട്ടൊക്കെ അയച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും മുന്നിലായിട്ട് തന്നെ ഇതുപോലെ ഒരു സപ്പോട്ട മരവും പിന്നെ ഒരു മാവും ഒരു ജാമ്പക്കയും ഉണ്ട്. ജാമ്പ മരത്തിൽ നല്ല കായ ഉണ്ടാവാറുണ്ട്, നല്ല പഴങ്ങളുണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരിതാ അവിടെ കളിയിൽ തന്നെയാണ്. ഇതാണ് കേട്ടോ ജാമ്പമരം. അതുപോലെ മാവും ഉണ്ട്, മാവിലും നല്ല ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഓർക്കിഡ്, നമ്മുടെ ലാവൻഡർ കളറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പൂവാണത്. പിന്നെ അവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ സൈഡിലൊക്കെ ആയിട്ട് ചെടിയിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഓർക്കിഡ് വെച്ചിട്ടുണ്ട് ചട്ടിയിലായിട്ട്. പിന്നെ ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ചെമ്പരത്തി ഉണ്ട്. എനിക്ക് പൂക്കളിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു എല്ലാ പൂക്കളും ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നൊസ്റ്റാൾജിയ, പഴയ ഓർമ്മകളൊക്കെ കൊണ്ടുവരുന്നൊരു പൂവാണ് ഈ ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് കേട്ടോ മുളകിൻ്റെ തൈകളിൽ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവിടെ വീടിനോട് ചേർന്നിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് പാടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് കാണാൻ എന്നുള്ള ഒരു ഇതിൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊന്ന് പോകാമെന്നുള്ളതിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ റോഡ് സൈഡിനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ ആമ്പലുകൾ, ഇങ്ങനെ ഒരു ചെറിയൊരു പോണ്ട് പോലെയായിട്ട് അതിലിങ്ങനെ ആമ്പലുകളുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് വണ്ടി പോവും, പക്ഷേ എങ്കിൽ കൂടി ചെറിയൊരു റോഡായ കാരണം നമ്മൾ റോഡിൽ തന്നെ വണ്ടി സൈഡാക്കിയിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ചേച്ചിയും അമ്മയും വന്നിട്ടില്ല, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, അവിടെ ഒരു ചെറിയ ചെറിയ തോട് പോലെയുണ്ട് പാടത്തിൽ തന്നെ. പാടങ്ങളുടെ ഗ്യാപ്പിലായിട്ട് തോട് പോലെയുണ്ട്. അപ്പോൾ ആ തോട്ടിലേക്ക് വെള്ളത്തിൽ മീനുകളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടാവും. അപ്പോൾ ആ മീനെ പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്, അതിനൊക്കെ കരുതിയിട്ട് ഇതുപോലെ ഒരു വലയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. മീൻ പിടിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഉണ്ണിക്കുട്ടനൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ് മീൻ പിടിക്കുക, എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവിടെയൊക്കെ മീനുണ്ട് പറഞ്ഞിട്ട് മീനൊക്കെ കല്ലെടുത്ത്
എറിയാണ്, വെള്ളത്തിലേക്ക് കല്ലെടുത്തിട്ട് കളിക്കുകയാണ് ഉണ്ണിക്കുട്ടനും കുഞ്ഞുമൊക്കെ. അപ്പോൾ അതാ നമ്മൾ മീനെ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇതുപോലെയാണ് കേട്ടോ. നമ്മൾ കണ്ടല്ലോ ഈ വെള്ളത്തിലാണ് കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടോ, വലിയ മീനൊന്നുമല്ല, വളരെ കുഞ്ഞു മീനുകളാണ്. അപ്പോൾ ഈ ഒരു തോട് അങ്ങേറ്റെടുത്ത് ചാടിയപ്പോൾ അത് പ്രതീക്ഷിക്കാതെ ആയിരുന്നു കേട്ടോ. അത് പ്രതീക്ഷിക്കാതെ കുറച്ചൊരു ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു ഇത്തിരി വ്യത്യാസത്തിൽ ഗ്രിപ്പ് കിട്ടിയില്ല, പെട്ടെന്ന് അങ്ങ് വീണുപോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാട്ടം പിന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. എല്ലാവരും അങ്ങനെ ഒരു മീൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാവരും മീനിനെ നോക്കി ഇങ്ങനെ നടക്കുന്നൊരു സമയത്താണ് ഇത് പെട്ടെന്ന് സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു മൂഡിലേക്ക് മാറി. പിന്നെ എല്ലാവർക്കും ചാടാനുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ തിരിച്ചും ചാടുകയാണ്. തിരിച്ച് ചാടലും ഇത് തന്നെയാണ്, ഒരു ഇത്തിരി വ്യത്യാസത്തിൽ വെള്ളത്തിൽ തന്നെയാണ് വീണത്. ഇതിപ്പോൾ ഇവർ ഈ പാടത്തിറങ്ങിയിട്ട് മീൻ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അതുപോലെ ഈ വല ഇങ്ങനെ പിടിച്ചിട്ട് അടിയിലൂടെ കൊണ്ടുപോവുകയാണ്. മീൻ ഉണ്ടെങ്കിൽ ഇതിൽ കുടുങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല, ഒറ്റ മീൻ പോലും വലയിൽ കുടുങ്ങിയിട്ടില്ല. ഒന്നാമത് ഇത്ര വെള്ളം പാടില്ല എന്നാണ് പറഞ്ഞത്. ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ പോവും. ഈ കുറച്ച് വെള്ളമായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വലയിലേക്ക് കുടുങ്ങും. ഇതിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ വേലിയേറ്റ സമയം എന്നൊക്കെ പറഞ്ഞില്ല, ഇവിടെ ഈ പാടത്തോട് ചേർന്നിട്ട് പുഴ തന്നെയാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് കാണുന്നത് പുഴയാണ്. ആ പുഴയിൽ വേലിയേറ്റ സമയത്താണ് ഇതിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ചെന്ന സമയം നല്ല വേലിയേറ്റ സമയമായിരുന്നു. കാരണം ഇത് കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാകുമ്പോൾ കുഞ്ഞു മീനുകളല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് തന്നെ പോവും. അപ്പോൾ അതൊന്നും കിട്ടില്ല. കുറഞ്ഞ വെള്ളമാകുമ്പോൾ അത്യാവശ്യം മീനൊക്കെ വലയിൽ കുടുങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമായ കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊറ്റ മീനെ പോലും അന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും പോവുകയാണ്, അപ്പുറത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇവിടെയും കുറേ സമയം ഇവർ നോക്കിയിട്ടോ, അവർ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ഇവരിവിടെ ചൂണ്ടലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി നോക്കുന്നുണ്ട്. ഇവർ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചേച്ചിയുടെ മോനും വെള്ളത്തിൽ കിടന്നിട്ട് മാക്സിമം ഒരു മീനെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ അത്രയും നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ഒറ്റൊന്നു പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ മീൻ പോകുമ്പോൾ വലയിൽ കൊടുക്കുന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെയും ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ, എൻ്റെ മദറിലോ. അമ്മ ഇപ്പം നാട്ടിലില്ല, അമ്മ ഗൾഫിലാണ് ഉള്ളത്. അപ്പോൾ അമ്മയ്ക്ക് വിളിച്ചിട്ട് അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ കാണുന്നത് ഞങ്ങളിവിടെ ഈ ഭാഗത്തേക്കൊക്കെ വീർപ്പൊട്ട് എന്നാണ് പറയുക. എനിക്ക് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു ജ്യൂസ് ഉണ്ടാവും, അതിങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ മുകളിലോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഉരതിയിട്ട് അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ വായ കൊണ്ട് വീർപ്പിച്ചിട്ട് നമ്മൾ മേൽച്ചുണ്ട് വെച്ച് ഇങ്ങനെ പൊട്ടിക്കാറുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നല്ലൊരു നൊസ്റ്റാൾജിയ തോന്നി. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇതാ ചൂണ്ടലിടുകയാണ് കേട്ടോ. അവന് ചൂണ്ടൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ചുമ്മാ അത് വടി മാത്രമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞു ഇതാ തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പുറത്തുണ്ട് കേട്ടോ ഒരു പാടം, അതിലും കുറേ ശ്രമിച്ചു. അഗേട്ടനും മനും മാക്സിമം അതിലും നോക്കി, പക്ഷേ എങ്കിലും
അതിലും ഒന്നുപോലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു മീൻ പിടുത്തം എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇത് വലിയ വലിയ മീനുകൾ പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശത്തേക്കാൾ കൂടുതൽ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് അതായിരുന്നു ഇതുകൊണ്ടിപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അപ്പോൾ ഇതാ ഇവിടെ ജമ്പിങ് കോമ്പറ്റീഷൻ തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ജമ്പ് ചെയ്യാണ്. നമ്മൾ വെള്ളം കാലിൽ തട്ടരുതെന്നായിരുന്നു കണ്ടീഷൻ. ഓക്കെ ഓക്കെ അപ്പോഴും വെള്ളായി 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 ഇനി ഞാൻ നീ ശ്രീജിത്ത് സ്ഥലണ്ട് ആയിട്ടെ അത് അപ്പു 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 Yes. അപ്പോൾ ഇതാ ഇനി എല്ലാവരും വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ചളിയായ കാരണം ഇവരെല്ലാവരും നടന്ന് തന്നെ പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടികളായിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എല്ലാവരും നല്ല വിശപ്പോട് കൂടിയിട്ടാട്ടോ എത്തിയത്. അത് കാരണം എല്ലാവരും വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഇരുന്നത്. അതുപോലെ എല്ലാവരും കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ വേഗം വന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും അങ്ങനെ ജസ്റ്റ് ഒരു കളിയിലാണ്, മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ ഓരോ കളിയിലാണ്. അന്ന് ഈവനിങ്ങിൽ ഇതുപോലെ അവിൽ മിൽക്ക് വേണം പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കടലൊക്കെ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കൊണ്ടുവച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കുകയാണ്. അപ്പോൾ അന്ന് ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീമും വെനില ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ടാണ് അന്ന് ചെയ്തത്. അപ്പോൾ അന്നത്തെ അവിൽ മിൽക്കൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. അന്ന് ഈവനിങ്ങിൽ ഇറങ്ങണം എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഇരുന്ന് വീണ്ടും ലേറ്റായി. അപ്പോൾ പിന്നെ എന്തായാലും രാത്രി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ്. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വേഗം ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. ഒക്കെ പാക്ക് ചെയ്ത് മക്കൾക്ക് വേഗം ഭക്ഷണം കൊടുക്കണം. ഇവരിതുപോലെ കളിയിൽ തന്നെയാണ് കേട്ടോ, ഗെയിമിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവർക്ക് വേഗം തന്നെ ഭക്ഷണം കൊടുത്തിട്ട് പോവാൻ നോക്കുകയാണ്. അപ്പോൾ അന്ന് തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഉറങ്ങി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും ഇതുപോലെ പകലൊക്കെ ഇതുപോലെ കളിച്ചിട്ടൊക്കെ ആയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇവർ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിലിടയ്ക്കുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് ഇതുപോലെ ദോശയും മുട്ടക്കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, മുട്ട റോസ്റ്റും ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് അവർ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.